ഹായ്. അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകുന്നേരം ഏകദേശം 4 മണിയാണ്. ചായ കുടിച്ചില്ല, പോയി ചായ കുടിക്കണം. ഇന്നൊരു നമ്മൾ പണ്ട് കിട്ടുന്ന പോലത്തെ കുറേ കാലത്തിന് ശേഷം കിട്ടിയ നല്ലൊരു വർക്കാണ്. അന്നേരം ഒരു പുതിയ മജ്ലിസ് എടുത്തിട്ടുണ്ട്. ആ മജ്ലിസിൻ്റെ മുകളിൽ ഡിഷ് ഫിറ്റാക്കണം, ടി വി ഫിറ്റാക്കണം, അങ്ങനത്തെ വർക്കാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പോയാലേ ബാക്കി കാര്യങ്ങൾ അറിയൂ. പിന്നെ എന്തായാലും അടുത്തേക്ക് പോകുന്നു. അന്നേരം ഒരു ചെറിയ വ്ളോഗാക്കാന്ന് വിചാരിച്ച് അന്നേരം നമുക്ക് പോകാം. ആ കോണി കൊള്ളോ, ആ കോണി കൊള്ളോന്നൊരു ഉറപ്പുമില്ല. കൊള്ളാൻ നോക്കാം. മാമാൻ്റെ കോണിയാണിത്. കോണി കൊള്ളല്ലേ, കോണിന് നീളം കാണാൻ പോടാ പോടാ. കോണി വെച്ചിട്ടൊരു മധുര കയറാനുണ്ട്. ആ അപ്പം നമ്മളെ ധർമ്മനെടുത്ത് അപ്പം നമ്മളെ കോണി കൊണ്ട് കേട്ടാ. എടാ കോണി കൊള്ളുന്നടാ. ഓ അടിപൊളി കേണി സെറ്റായിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും വെച്ചോടുക്കട്ടെ, ഇല്ലെങ്കിൽ പണിയെടുക്കുന്ന പൈസ സീറ്റിന് കൊടുക്കേണ്ടി വരും. സീറ്റ് കീറി അതിന് കൊടുക്കേണ്ടി വരും പണിയെടുക്കുന്ന പൈസ. ഓക്കെ സെറ്റ്. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. എവിടെയാ നോക്കാം. ലൊക്കേഷൻ അയിൻകാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടുന്ന് ഏകദേശം നമുക്ക് അയിൻകാദിലേക്ക് ഇവിടുന്ന് 8 കിലോമീറ്റർ ഉള്ളത്. നമുക്ക് ചായ കുടിക്കാം, നേരെ അങ്ങോട്ട് പോവാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. പണിക്ക് പോകുമ്പോൾ എന്ത് കാഴ്ചകളല്ല. ഞാൻ കോട്ടിട്ടതാണേ. പുറത്ത് നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. വണ്ടീൻ്റെ ഉള്ളിൽ കയറിയതിന് ചൂടായി. ഈ തണുത്ത കാറ്റടിക്കുന്നുണ്ട്. സത്യത്തിൽ പുറത്ത് നല്ല വെയിലുണ്ട്, പക്ഷേ എനിക്ക് തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് തണുപ്പുണ്ട്. അപ്പോൾ ചായ വാങ്ങിച്ച്, ചായൻ്റെ ഒപ്പരം കടി എന്തോ ഒരു സാധനം വാങ്ങിച്ചു. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. ഇനെന്താ പറയുക, ഉണ്ടപ്പെട്ടാ. ഒരു ഉണ്ടപ്പെട്ടും വേറെ എന്താ വാങ്ങിച്ചത്, വേറെ നമ്മളെ ഫേവറേറ്റ് സാധനം. അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കട്ടെ, നമ്മുടെ നാട്ടിൽ അതായത് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. കൊള്ളാം, നാട്ടിലത് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടുള്ളത് തേങ്ങേൻ്റെ പീരിയാണ് കിട്ടുന്നത്. ഒറിജിനൽ തേങ്ങയിലാന്ന് തോന്നുന്നു. പക്ഷെ എനക്ക് തോന്നുന്നു ഇതെല്ലാം ഏതെങ്കിലും വീട്ടിൽ നിന്നില്ലേ ഉണ്ടാക്കിയിട്ട് ഹോട്ടലിൽ കൊണ്ടുകൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. കായട. അപ്പോൾ നമ്മൾ നേരെ വർക്കിനടുത്തേക്ക് പോകുന്നു. ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ട്. ഇനി നേരെ അടുത്തേക്ക് പോവാം. ഓക്കെ. അപ്പോൾ 4 മണിക്ക് പണിക്ക് വന്നതാണ്. പൈപ്പ് ബ്ലോക്കായി നടന്നില്ല. അങ്ങനെ പണിക്ക് വന്നത് നമ്മൾ സ്വന്തം അയ്യോവിൻ്റെ അടുത്ത്. നമ്മൾ പണ്ടേയുള്ള കൂട്ടുകാരനാണല്ലേ. എത്ര വർഷത്തെ പരിചയം ഉണ്ടാവും? 10 വർഷത്തല്ലേ? അതെ. അന്നേരം അയ്യോവിൻ്റെ വീട്ടിലാണ് നിന്ന് പണി. അയ്യോവിൻ്റെതായി മജ്ലിസ് പുതിയ സെറ്റാക്കിയ മജ്ലിസാണ്. അന്നേരം നോക്കുമ്പോൾ പൈപ്പ് ഇട്ട ആൾ ഫുള്ള് ബ്ലോക്കാക്കിയിട്ട് അതിൻ്റെ മുകളിൽ 2 മണിക്കൂർ തിരിച്ച് പോകാൻ നോക്കല, നാളെ വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം മുകളിൽ പോയിട്ട് പൈപ്പ് വേണ്ട. ഇനി നമ്മൾ പണി തുടങ്ങുന്നത് 1/2 മണിക്കൂർ കൊണ്ട് പണി കഴിക്കണം. കേണി വേണ്ടല്ല, വേണ്ട, ഇത് മതി. ഞാൻ ഇതെടുത്തോളാം. ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ആ ഒരേണി മുകളിൽ വെക്കുക. വേണ്ട, ഇത് മതി. ഇനി വലിക്കാൻ കഴിയില്ലേണി. നോക്കാം.
മതിയോ? പ്രശ്നമൊന്നുമില്ല, ബ്ലോഗാണ്. ഞാൻ അങ്ങോട്ട് വരണ്ടല്ലോ. നോക്കട്ടെ. അപ്പോൾ നമ്മൾ ക്യാമറ പിടിച്ചത് അയ്യോ ഞമ്മൾ പോവാ. ഇതിൻ്റെ ഇടക്കൂട്ടന് ഓടി പിടിച്ചിട്ട് കയറണം. അതാ ലൈറ്റ് എടുത്ത് ഇതിൻ്റെ ഇടക്കൂട്ട കയറണം കേട്ടോ. നോക്കിയാൽ കോണിയില്ല. ഇതിൻ്റെ ഓട്ട കണ്ട, ഇവിടെ ഓട്ടയുണ്ട് ഇപ്പുറത്തെ വീടിന്. ഇത് 2 വീടാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അതിരി ഇവരതിരാന്ന്. ഇത് അപ്പുറത്തുള്ളൊരു വീടിൻ്റെ ചുമരായത്, ഇപ്പുറത്തുള്ളൊരു വീടിൻ്റെ ചുമരായത്. ഇത്രേ ഗ്യാപ്പുള്ളൂ കേട്ടോ. അല്ല 2 വീട്ടിൻ്റെയും അതിരിന്മേൽ നിന്നിട്ട് ഉള്ളിലേക്ക് കയറണം. അല്ല കുപ്പായാലും കീറണം. സാധനം കൂടെ എടുക്കണം. പണിയുണ്ട് കേട്ടാ. നമ്മൾ ഡ്രില്ലും കൂടി എടുക്കട്ടെ. എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് കേട്ടോ. അയ്യോ കഷ്ടപ്പാടില്ല, കഷ്ടപ്പെടാണ്ടൊന്നും നടക്കൂല. അപ്പം മുകളിലെത്തി. ഇതാണ് ഇവരെ മജ്ലിസിൻ്റെ മുകളിൽ. ഇത് വേറെ ആളെ മജ്ലിസ്. 2 ആളെ മജ്ലിസിന് ഗ്യാപ്പ് ഇത്രയേ ഉള്ളൂ. മെഷീൻ പോലെ ഇതിനു വേണ്ടിയായിരുന്നു ഇത്ര കഷ്ടപ്പെട്ടത്. ഈ പൈപ്പ് മൂടിയിട്ടിട്ട് ഈ പൈപ്പ് കാണാനായിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ടത്. അവസാനം പൈപ്പ് കണ്ട് ഇങ്ങനെ ഇടയുള്ളത്. എന്തൊരു ഇടലാണ് പൈപ്പ്. ഒരു ഇതില്ലാണ്ട് ഇനി പൈപ്പ് മേടിക്കണം. ഇനി എൻ്റെ പരിപാടിയാണ് ആടെ ചുമര. നമുക്ക് ഡിഷ് വെക്കേണ്ടത് അങ്ങോട്ടാണ്. അന്നേരം ഈ ചുമരിനേക്ക് വെക്കാമെന്ന് വെച്ചാൽ താഴെ വെക്കാൻ പാടില്ല. ഇവിടെ ഫുള്ള് വാട്ടർ പ്രൂഫ് ചെയ്തുകൊണ്ട് താഴെ അടിക്കാൻ അവർ സമ്മതിക്കില്ല. അന്നേരം ആ ചുമരിനെ കൊണ്ടുപോയി അടിക്കാം. അന്നേരം ആടെ അടിക്കാം. വേഗം പണി തീർക്കാം. വേഗം പണി തീർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ റൂമിൽ നിന്ന് തന്നെ സെറ്റാക്കി കൊണ്ടതിന്. ഇവിടെ വന്ന് നോക്കുമ്പോൾക്ക് ഇങ്ങനെയാണ് എല്ലായിടത്തും ഉണ്ടായാലും അധികം എന്തെങ്കിലും ഒരു പണി കുടുങ്ങും, എന്നിട്ട് ലൈറ്റാവും. പണ്ട് പണിയെടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം വർക്കുകളുണ്ടാവും. അന്നേരം ഒരു വർക്ക് വന്നിട്ട് വേഗം തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ വർക്കിന് വന്നു കഴിഞ്ഞാലേ ആ പണി തീരുകയേ ചെയ്യില്ല. എന്നിട്ട് മറ്റേ വർക്കുകളെല്ലാം നഷ്ടപ്പെടും. അങ്ങനെ പണ്ടുണ്ടായാൽ അല്ലോ അന്നേരം ഭ്രാന്ത് പിടിക്കും. ഇപ്പം പിന്നെ പണിയില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല, ലൈറ്റായാൽ. എന്നാലും നമുക്ക് നേരെ ഇവിടെ ഫിറ്റാക്കാം. അപ്പോൾ നമ്മൾ 2 ഡിഷും ഫിറ്റാക്കി. ഈ 2 ഡിഷും ഇങ്ങനെയല്ല കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പൊസിഷൻ ശരിയാക്കാനുണ്ട്. ഒന്ന് മുകളിലോട്ടും ഒന്ന് കുത്തോട്ടും. അങ്ങനെ 2 ഡിഷും കൂടി ഫിറ്റാക്കിയിട്ട് 2 ജോയിൻറ്റ് കൊടുത്തിട്ട് താഴേക്ക് ഇറങ്ങാം. ടൈം ലൈറ്റായി. അപ്പോൾ ഫൈനലി നമ്മളെല്ലാം സെറ്റാക്കി കേട്ടാ. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായി. ഇത് അറബ്സാറ്റ്, അത് നൈൽസാറ്റ്. നൈൽസാറ്റ് നമ്മളെ ഈജിപ്തിൻ്റെ സാറ്റലൈറ്റാണ്. അറബ്സാറ്റ് സൗദി അറേബ്യൻ്റെ. അറബ്സാറ്റും നൈൽസാറ്റും സെറ്റാക്കി. ഈ അറബ്സാറ്റ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്പോർട്സ് ചാനൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം കൂടുതലാണ്. അതിന് തന്നെ ഓൾറെഡി എല്ലാ ചാനലും ഉണ്ട്. അറബ്സാറ്റ് കുറച്ച് ചാനൽ ഡിഫറൻ്റ് ഉണ്ട്. അതെല്ലാം ഫിറ്റാക്കി നമ്മളിനി അതിർത്തിയിലൂടെ ഇറങ്ങണം. 2 വീട്ടിൻ്റെ അതിർത്തിയിലൂടെ.
ആ വീടിൻ്റെ പണി നടക്കുന്നു കേട്ടോ. അടിപൊളി മഞ്ചുള്ള വീടാക്കുന്നുണ്ട് മാഷാ അല്ലാ. അന്നേരം നാട്ടിലെല്ലാവരും തൂക്കം വിളിച്ച് കടന്നുറങ്ങുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നത് അതാണ് പ്രവാസികൾ കേട്ടോ. അപ്പോൾ ഇതാണ് മജ്ലിസിൻ്റെ ഉള്ളിൽ ആരും കൊണ്ടാ. അപ്പോൾ ഇതാണ് മജ്ലിസ്. ഇവിടെയാണ് നമുക്ക് ടി വി ഫിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓൾറെഡി ഇത് കണ്ടാൽ ഞാൻ വന്നിട്ട് തുടങ്ങി ഇതെല്ലാം ഇതിൽ പരിപാടിയാണ്. കാരണം ജിപ്സം ബോർഡ് ഇവിടെ അടിച്ച് അതിൻ്റെ ഉള്ളിലാണ് വയറുള്ളത്. ജിപ്സം ബോർഡ് അവരടിച്ചിട്ട് വയറിന്ന് ഇട്ട് വെച്ചിട്ട് ഇതെല്ലാം കുത്തിപ്പൊളിച്ച് ചെയ്യാൻ വേണ്ടു. അവർ വന്നിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞ് അത് അവരെ തെറ്റാണ്. ഇതെല്ലാം ഞാൻ കുത്തിപ്പൊളിച്ചതാണ് കേട്ടോ. പൊളിക്കാൻ ഞാൻ ഭയങ്കര ഉഷാറാണ്. അപ്പോൾ നമ്മൾ ടി വി ഇതാണ്, വലിയ ടി വി. ഇനി ടി വി അവിടെ വെക്കണം, വയറിടണം, പ്രോഗ്രാം ചെയ്യണം. ടി വി തന്നെ ഓൾറെഡി റിസീവർ ഉണ്ട് കേട്ടോ. ഇപ്പം വരുന്ന കുറേ ടി വിയിൽ റിസീവർ ഉണ്ട്. LG, സാംസങ്, പിന്നെ കുറേ ലോക്കൽ ടി വിക്കെല്ലാം റിസീവർ ഉണ്ട്. ഇത് ഏകദേശം 75 ഇഞ്ചിൻ്റെ ടി വിയാണ്. 75 ഇഞ്ചിൻ്റെ മുകളിലുള്ള ടി വിയും ഉണ്ട്. നല്ല അടിപൊളി മജ്ലിസ് കേട്ടോ. അടിപൊളി നല്ല കളർ കോമ്പിനേഷനാണ് അതിൻ്റെ ഭംഗി. നല്ല നമുക്ക് ടി ഫിറ്റാക്കാം. അപ്പോൾ ടി വിയിൽ പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും. ടി വിയിൽ പ്രോഗ്രാം ആയാൽ കുറച്ച് ടൈം എടുക്കും. റിസീവറിലാണെങ്കിൽ പെട്ടെന്ന് പ്രോഗ്രാം ആക്കാം. ഈ ഗൾഫിലെ ഡിഷിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലെ ഡിഷിൽ ഈ ഗൾഫ് എല്ലാ കൺട്രീൻ്റെയും ചാനലുണ്ട്. അതുകൊണ്ട് ഒരു കൺട്രിയിൽ തന്നെ ഏകദേശം 10-40 ചാനൽ. ഇപ്പോൾ ഖത്തറിന് 7 ചാനലാണ് മൊത്തമുള്ളത്. സൗദി അറേബ്യക്ക് കുറേ ചാനലുണ്ട്. ഇതിന് മിസ്റിന് അവർക്ക് കണ്ടമാനം ചാനലുണ്ട്. പിന്നെ ഈജിപ്തിന് കണ്ടമാനമുണ്ട്. ഇറാഖ്, സിറിയ, പിന്നെ ലെബനാന്, അങ്ങനെ കുറേ കൺട്രീസ് ഉണ്ടല്ലോ. അന്നേരം കണ്ടമാനം ചാനൽ ഏകദേശം 1000-1500 ചാനൽ കിട്ടും. 2 ഡിഷിലും കൂടിയേ 1500 ചാനൽ കുറച്ച് പൈസൻ്റെ ചാനലുണ്ടാവും. മൊത്തത്തിൽ 1000 ചാനൽ കൂട്ടാം. 1000 ചാനൽ ഫ്രീ ആയിട്ടെല്ലാം കിട്ടും. അപ്പോൾ ഓൾറെഡി കുറേ ടൈം ഇരുന്നിട്ട് അങ്ങനെ പ്രോഗ്രാം മൊത്തമായി ഏകദേശം 1300 ചാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 2-3 കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഹായ്. എവിടെയാണ് നാട്ടിൽ? നിങ്ങൾ? ചങ്ങല, മലപ്പുറം. എന്താ പേര്? സിദ്ദീഖ് അല്ലേ? നിങ്ങളെ? കുറ്റിപ്പുറം. രണ്ടാളും മലപ്പുറം തന്നെ. എന്താ പേര്? അലി. കുറേയാ? അതെയാ, കാണാറുണ്ടല്ലേ? താങ്ക് യു. നിങ്ങൾ ഖത്തറിലെത്രയായി? കുറയാ? 10 വർഷമായി. അടിപൊളിയല്ലേ? നാട്ടിൽ പറ്റി കുറയാ? അതല്ലേ? അടിപൊളി. അതാ. അപ്പോൾ നമ്മളെ ടി വി സെറ്റായില്ലേ? അപ്പോൾ ഇവരെ എന്തോ ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ വയ്യ നോക്കട്ടെ. അതെയാ? ഉണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ഞാൻ റൂമിലെത്തട്ടെ. എന്നാലും ഞാൻ പോട്ടെ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, കാണാം. ഓക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ലേറ്റായിട്ടോ, നേരത്തെ വന്നതാണ്. സമയം ലേറ്റായി. ഓക്കെ, നേരെ വിടാം റൂമിൻ്റെ അങ്ങോട്ട്. റൂമിൻ്റെ അടുത്തെത്തി. അപ്പോൾ സുഹൃത്ത് തന്ന ഫുഡും ഉണ്ട്. അവിടെ പോയാലോ ഞാനൊരു കറിയും വാങ്ങിച്ച്. കാരണം ബിരിയാണി റൈസിന് എനിക്ക് കറി വേണം, എന്നാലേ കഴിക്കാമെങ്കിലും. നല്ല തണുപ്പുണ്ട് കേട്ടാ. അപ്പോൾ ഇതാണ് അവർ തന്ന ഫുഡ്. ഇത് മട്ടനാന്ന് തോന്നുന്നു. എന്താണ് ബിരിയാണിയാണ്. ഇത് മക്രോണിയാണ്. മക്രോണി എന്തായാലും ഞാൻ വിചാരിക്കുന്നത് ഇത് രണ്ടും എനിക്ക് എന്തായാലും കഴിക്കാൻ കഴിയില്ല, വേസ്റ്റ് ആക്കണ്ട. ഞാൻ ഒരു കറിയും വാങ്ങിച്ചിട്ടുണ്ട്, കട്ടൻ ചായ ഉണ്ട്. അന്നേരം ഈ ഫുഡ് നമുക്ക് ബംഗാളിയൊക്കെ കൊടുക്കാം. അന്നേരം ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വിശേഷം. അടുത്ത നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.